മാത്രമേ ഉള്ളൂ. അതെ അതെ. പിന്നെ ഒരു പഴയകാല ലുക്കും അത്രേ ഉള്ളൂ. രണ്ട് ലുക്കും. എന്താണ് പറഞ്ഞത് അവസ്ഥ? ദിലീപേട്ടൻ ഭയങ്കര ഹാപ്പി അല്ലേ? ദിലീപേട്ടൻ ചെയ്യാത്തൊരു പരിപാടി ഇതിനകത്ത് കിട്ടി എന്നുള്ളത് സംഭവം ആണ്. ഭയങ്കര നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണ് നീക്കത്തിനെ കുറിച്ചിട്ട്? ഇനി മ്യൂസിക് കിട്ടാനുണ്ട്. മ്യൂസിക്കിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ മുജീബിൻ്റെ അടുത്ത് ഇപ്പോൾ കൊടുത്തേ ഉള്ളൂ. പുള്ളി 2 പടം ഇപ്പോൾ റിലീസാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്തേ. വീണ്ടും പ്രഷറൊക്കെ ജോണർ എന്താന്ന് പറയാനുള്ള ഇപ്പോൾ നായികന്മാരില്ലാന്ന് കേൾക്കണം. ജോണർ ത്രില്ലർ ജോണറാണ്. അത് മാത്രമേ ഉള്ളൂ നമുക്കതിനകത്ത്. ദിലീപേട്ടൻ ചെയ്യാത്തൊരു ജോണർ ത്രില്ലർ, കംപ്ലീറ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. നായികന്മാരില്ലാന്ന് പറയുന്നത് ശരിയായി. നായികയില്ല. പരിപാടികളൊന്നും ഇല്ല. സോങ് ഇപ്പം നമ്മൾ ചിലപ്പോൾ വയ്ക്കുന്നുള്ളതായി, പക്ഷെ ഫിക്സ് ചെയ്തിട്ടില്ല. കാസ്റ്റ് നമ്മൾ പോസ്റ്റിനകത്തുള്ള എല്ലാവരും അത് തന്നെയാണ് മെയിൻ. അല്ലാതെ നമ്മളൊരു വാക്കാൽ പറയുകയാണെങ്കിൽ അജയ് ചേട്ടനാണ് ക്യാമറ, സൂര്യചേട്ടൻ നമ്മുടെ എഡിറ്ററാണ്, പിന്നെ മ്യൂസിക് ചെയ്യുന്നത് മുജീബും ദീപക് ഏട്ടനുമാണ്. അങ്ങനെ മെയിൻ ആൾക്കാർ ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർമാർ സന്ദീപ് ഏട്ടൻ, അലക്സ് ഏട്ടൻ, അങ്ങനെ വേറെ ആരെങ്കിലും. ഡബ്ബെല്ലാം കഴിഞ്ഞു. ഫൈനൽ ലെഗിലോട്ടാണ്. അത് ഫിക്സ് ചെയ്തിട്ടില്ല. നല്ലൊരു സമയം നോക്കി ഇറക്കാന്നുള്ള പരിപാടിയിലാണ്. ക്രിസ്മസിന് മുന്നായിട്ടുണ്ടോ? അതിനൊക്കെ മുന്നേറും. എന്തായാലും ഈ അടുത്ത് വന്നതിൽ ദിലീപേട്ടൻ എത്ര വലിപ്പമുള്ള പടാന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാ? അത് സിനിമ കണ്ടിട്ട് പറയൂ. അതാണ് നമുക്ക്. പരിപാടികളില്ല. ഒന്നുമില്ല അങ്ങനത്തെ ഒരു പരിപാടി. ഭയങ്കര ത്രില്ലറാണ്. അതെ. പോസ്റ്റർ വന്നതിൽ ലുക്ക് ഉണ്ടായിരുന്നില്ല. ആ ലുക്ക് ഭയങ്കര അറ്റൻഷൻ കിട്ടിയ ലുക്കാണ്. ആ ലുക്ക് മാത്രമേ ഉള്ളൂ. അതെ അതെ. പിന്നെ ഒരു പഴയകാല ലുക്കും അത്രേ ഉള്ളൂ. രണ്ട് ലുക്കും. വേറൊന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയുന്നില്ല. ബാക്കി എല്ലാം ടീച്ചർ പോരും. അപ്പം കാണാം. എത്രത്തോളം ഹാപ്പി സാറ്റിസ്ഫൈഡ് ആണ്? 100% സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ ഒരു പരിപാടിയെ വരട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പടം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ പൂർണ്ണ ഷൂട്ടിംഗ് കഴിഞ്ഞതിന്റെ ശേഷം അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല ഒന്നും പറഞ്ഞു. അച്ഛൻ ഫുൾ പടം കാണുന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നും കാണുന്നില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫുൾ കംപ്ലീറ്റ് പ്രോഡക്റ്റ് ആയിട്ട് കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ കൂടി സിനിമ ഇതുവരെ കണ്ടിട്ടുള്ളത് എൻ്റെ ഫാമിലി തന്നെ അനിയൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണെന്ന് പറഞ്ഞു. പിന്നെ ബാക്കി പ്രഷർ കാണട്ടെ. വേറെ കാര്യം ചോദിക്കട്ടെ, നിലവിൽ ഇതിനെ പറ്റി കുറച്ച് കേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിലെന്താ ശരിക്കുള്ളതിന്? മാറും, പ്രശ്നമൊന്നുമില്ല. അത് ഒരു ചെറിയ എഗ്രിമെന്റിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് മാറിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. നിലവിൽ സോൾവ് ആയി. ഹാപ്പിയാണ്. പിന്നെ നമ്മൾ വെയിറ്റിംഗ് ആണ്. അത് മ്യൂസിക് കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ ടീസർ ഇറക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ദിലീപേട്ടൻ്റെ വാക്കുകൾ എന്തായിരുന്നു? എന്തോ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ദിലീപേട്ടൻ എന്താണ് പറഞ്ഞത് അവസ്ഥ? ദിലീപേട്ടൻ ഭയങ്കര ഹാപ്പി അല്ലേ? ദിലീപേട്ടൻ ചെയ്യാത്തൊരു പരിപാടി ഇതിനകത്ത് കിട്ടി എന്നുള്ളത് സംഭവം ആണ്. ഭയങ്കര നല്ല പരിപാടിയാണ്. ഇത്ര നാൾ നമ്മൾ കോമഡിയിൽ കണ്ടു, അപ്പോൾ ഇതിനകത്ത് മാസമായിട്ട് കണ്ടു. ഇതിനകത്ത് നമ്മളൊരു വേറൊരു ക്യാരക്ടർ എന്നുള്ള സാധനമാണ്. ബാക്കി ഇറങ്ങിയില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ സസ്പെൻസ് ഒക്കെ. പറഞ്ഞിട്ടില്ലേ? ഇത് തന്നെ കൂടുതലാണ് പറഞ്ഞത്. റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ അടുത്ത ഡയറക്ഷന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ തുടങ്ങിയെന്ന് കേട്ടു. അയ്യോ, ഒന്നും ആയിട്ടില്ല. നീക്കം ഇറങ്ങട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു. സാധനം പടിപൊളിയാ. നീ വേണ്ട വേറെ സാധനം ഉണ്ടായില്ലേ? ഏതിന്റെ? ഞാൻ 2 ദിവസം എന്തോ പോയിട്ടുണ്ടായിരുന്നു. പുള്ളിയ വൈബല്ലേ, അടിപൊളിയാ. ഇത് വരവ് കാണണം 16-ാം തീയതി.